ഹലോ ഗൈസ്, എല്ലാ നമസ്കാരം. ശ്രീ വിശാഖ് വി എന്റർടൈൻമെന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാനുള്ളത് നമ്മുടെ കൊല്ലം മൂന്നാംകുറ്റി ഭാഗത്തുള്ള ചുങ്കത്ത് സ്പൈസ് ഹ്യുണ്ടായിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഒരാളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഷോറൂമിൽ വന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു പ്രൈസ് ഹൈക്കിനെ കുറിച്ച് പറയുന്നുണ്ട് പലയിടത്തും, അത് ശരിയാണോ എന്നറിയണം. അതേപോലെ തന്നെ ഇവരുടെ കയ്യിൽ അത്യാവശ്യം 24 മോഡൽ വാഹനങ്ങൾ സ്റ്റോക്ക് ഉള്ളതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാകണം. കാര്യം പല വാഹനങ്ങളും 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കിക്കൊണ്ട് പോകാം എന്ന് പോലും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ടുള്ള ചെറിയ വീഡിയോ ആണിത്. വാഹനം എടുക്കാൻ നിൽക്കുന്നവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ തുടർന്ന് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഹസീനാണ്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പം ഏകദേശം 6 മണി ആയിട്ടുണ്ട്. ഹസീനിക്ക് പോകണം. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് ചോദിച്ചിട്ട് വീഡിയോ നമുക്ക് പെട്ടെന്ന് അങ്ങ് നിർത്താം. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ട് ഹസീനെ എടുത്ത്. അപ്പോൾ ഹസീനെ നമസ്കാരം. അപ്പോൾ നമുക്ക് ചോദിക്കാനായിട്ടുള്ളതേ, ഇപ്പം ഞാൻ ഈ പല പത്ര കട്ടിങ്ങും ഒക്കെ കണ്ടായിരുന്നു, ഈ വില കൂടുന്നു എന്നൊക്കെ ഇങ്ങനെ കേട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രൈസിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ തീർച്ചയായിട്ടും ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് എന്തായാലും ഒരു പ്രൈസ് വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് ഹ്യുണ്ടായുടെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടല്ലേ? പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കസ്റ്റമർ അടുത്ത് തന്നെ ഇൻഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടുത്ത മാസത്തേക്കൊക്കെ എടുക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന കസ്റ്റമർ അടുത്ത് പറയുന്നുണ്ട്, സാർ അതിൽ പ്രൈസ് മാറുന്നുണ്ട്, നമുക്ക് ഇപ്പോഴേ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോഴേ ബുക്ക് ചെയ്താൽ അത് കസ്റ്റമറിന് ബെനിഫിറ്റ് ആയിരിക്കും. അത് തന്നെ. അപ്പോൾ അടുത്ത മാസം പ്രൈസ് മാറുമ്പോൾ ഇപ്പോൾ ഈ ഒരു മാസം ആണെങ്കിൽ ആ പഴയ വിലയിൽ തന്നെ എടുക്കാം. അടുത്ത മാസം ആകുമ്പോൾ എക്സ്റ്റോറൂം പ്രൈസ് കൂടുന്ന അനുസരിച്ച് ഇൻഷുറൻസും റോഡ് ടാക്സും എല്ലാം കൂടുന്നുണ്ട്. അപ്പോൾ ഓൺ റോഡ് പ്രൈസ് എന്തായാലും വേരിയേഷൻ വരും. അത് ശരിയാണ്. കാരണം നമ്മൾ ഈ ഒരു പ്രൈസ് കൂടുന്ന സമയത്ത് അതിനകത്ത് തന്നെ ഇൻഷുറൻസിനകത്ത് ഒരു വേരിയേഷൻ വരും, ടാക്സ് മാറും. അതെ. അപ്പോൾ 2-3 കാര്യങ്ങളിൽ വ്യത്യാസം വരും. അപ്പോൾ നല്ലൊരു എമൗണ്ട് എന്തായാലും ഈ ഒരു മന്ത് തന്നെ ബുക്ക് ചെയ്യുമ്പോൾ കസ്റ്റമറിന് എന്തായാലും ബെനിഫിറ്റ് ആയിരിക്കും. ശരിയാണ്. അപ്പോൾ അതൊരു ഒഫീഷ്യലി ഉള്ളൊരു കാര്യം തന്നെയാണ്. ഞാനത് വേറെ കൊണ്ടല്ല നമ്മൾ വീഡിയോ അത് ചോദിച്ചത്. കാര്യം പലയിടത്തും പലരും പറഞ്ഞു കേട്ടു. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം കാണും, ഇത് ചുമ്മാ പറയുന്നതാണോ എന്നൊരു സംശയം വരും. അതുകൊണ്ട് തന്നെയാണ് ഷോറൂമിൽ വന്ന സമയത്ത് നമ്മളത് ചോദിച്ചത്. പിന്നെ മെയിനായിട്ട് വേറൊരു കാര്യം എനിക്ക് ഹസീനടുത്ത് ചോദിക്കാനായിട്ടുള്ളത്, നമുക്കിപ്പോൾ ഇവിടെ കുറച്ച് 24 മോഡൽ വാഹനങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഇങ്ങനെയാണ്. കാര്യം പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എവിടെയെങ്കിലും 24 മോഡൽ വാഹനങ്ങൾ കിടപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പലയിടത്ത് ചോദിക്കുമ്പോൾ ചിലർ പറയും വാഹനങ്ങൾ അങ്ങനെ കിടപ്പില്ല, ഓട്ടോമാറ്റിക് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാനിങ്ങനെ ചോദിച്ച സമയത്ത് ഇവിടെ നമുക്ക് കുറച്ച് വാഹനങ്ങൾ ഉണ്ടെന്നുള്ളത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏതൊക്കെ വണ്ടികളാണ് ഉള്ളത്? നമുക്കിപ്പോൾ കിടക്കുന്നത് ഗ്രാൻഡ് ഐ10 നിയോസ് ഓട്ടോമാറ്റിക് കിടപ്പുണ്ട്, എക്സ്റ്ററിന്റെ പല വേരിയന്റും കിടപ്പുണ്ട്. പിന്നെ i20 ആസ്ത ഓപ്ഷൻ IVT കിടപ്പുണ്ട്. പിന്നെ ന്യൂ വെർണ IVT. ഇതാണ് ഇപ്പൊ ഓട്ടോമാറ്റിക് വേരിയന്റ് കിടക്കുന്നത്. ഓട്ടോമാറ്റിക് ഒക്കെ നമുക്ക് കിടപ്പുണ്ട്. ഗ്രാൻഡ് ഐ10 നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. എക്സ്റ്റർ കിടപ്പുണ്ട്, 1-2 വേരിയന്റുകൾ കിടപ്പുണ്ട്. വെർണ IVT ഒക്കെ കിടപ്പുണ്ട്. i20 നമുക്ക് മാനുവലും കിടപ്പുണ്ട്. ഓക്കെ. അപ്പോൾ എക്സ്റ്ററിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഞാൻ ചോദിക്കാം. അപ്പോൾ ഓഫറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പം ഇത്രയും മോഡൽസ് ആണ് 24 ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രാൻഡ് ഐ10 വേണം എന്നുള്ള കസ്റ്റമർക്ക് 24 കിടപ്പുണ്ട്, എക്സ്റ്റർ 24 നമുക്ക് കിടപ്പുണ്ട്, i20 ഉണ്ട്, വെർണയും ഉണ്ട്. അപ്പോൾ ഇതിനെ അത്യാവശ്യം നല്ല ഓഫറും കാണുമായിരിക്കും. നമുക്ക് ചോദിക്കാം, ഓഫറിനെ കുറിച്ച് ചോദിക്കാം. അപ്പോൾ ഈ അകത്ത് ഞാൻ നോക്കുന്നുണ്ട് ബ്ലാക്ക്, അങ്ങനെ അത്യാവശ്യം ഈ എക്സ്റ്റർ ഇങ്ങനെ ഇവിടെ ഇട്ടേക്കുന്നുണ്ടല്ലോ, എന്താണ് സംഭവം? അതെന്ന് വെച്ചാല് നമ്മൾ എല്ലാ മന്തും 4th സാറ്റർഡേ നമ്മൾ എക്സ്ട്രാ ഡേ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. എല്ലാ ഷോറൂമിലും അതങ്ങനെ തന്നെയാണ്. എല്ലാ ഷോറൂമിലും ഉണ്ട് അത്. അപ്പോൾ അതുകൊണ്ട് ഭാഗമായിട്ടാണ് നിങ്ങൾ ഇത്ര എക്സ്ട്രാ ഇട്ടേക്കുന്നത്. അങ്ങനെ വേറെ എന്തെങ്കിലും ഉണ്ട്? അത് എക്സ്ട്രാ ഡേ അതുകൊണ്ട് വേറെ ഏതെങ്കിലും വാഹനത്തിന് അങ്ങനെ ഉണ്ടോ? വെർണാഡയോ? എക്സ്റ്ററിന് മാത്രമായിട്ടേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വീണ്ടും നമുക്ക് ഓഫറിലേക്ക് അങ്ങ് വരാം. ഇപ്പൊ പറഞ്ഞല്ലോ നമുക്ക് ഗ്രാൻഡ് ഐ10 ഒക്കെ കിടപ്പുണ്ടെന്നുള്ളത് പറഞ്ഞു. അപ്പം ഗ്രാൻഡ് ഐ10 ആവുന്ന സമയത്ത് നമുക്ക് ആ 24 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര രൂപ ഓഫർ വരുന്നുണ്ട്? ഗ്രാൻഡ് ഐ10 ആകുമ്പോൾ ഒരു 73,000 ആ ഒരു റേഞ്ചിൽ ഓഫർ വരുന്നുണ്ട്. പിന്നെ എക്സ്റ്റർ ആണെങ്കിൽ 65,000 റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം ഗ്രാൻഡ് ഐ10 ഒരു 10,73,000 ഓഫർ കിട്ടും. എക്സ്റ്റർ ഒക്കെ ഒരു 10,65,000 റേഞ്ചിൽ നമുക്ക് ഓഫർ 24 മോഡലിന് കിടപ്പണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്ര ഓഫർ ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടതാണ്, അത്യാവശ്യം സിവിൽ സ്കോർ ഉണ്ട്, 0 വേണമെങ്കിൽ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ആരെങ്കിലും ഈ വാഹനം എടുക്കാൻ നിൽക്കുന്നവരിപ്പം പൈസ ഇല്ല എന്നുള്ള ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ 24 മോഡൽ നിങ്ങൾക്ക് പരിഗണിക്കുക. കാര്യം എന്താണ്? 0 നമുക്ക് എടുക്കാൻ. പിന്നെ ഒരു കാര്യം, വെർണയ്ക്ക് അത്യാവശ്യം നല്ല ഓഫർ ഉണ്ട്. വെർണയ്ക്ക് നല്ല ഓഫർ ഉണ്ട്. 1 lakh വരെ ഓഫർ ഉണ്ട്. 1 lakh rupees വരെ 24 മോഡലിന് നമുക്ക് ഓഫറായിട്ട് വരുന്നുണ്ട്. പിന്നെ ഏതാ ഉള്ളത്? i20 കിടപ്പുണ്ട്. കിടപ്പുണ്ട്. അതിനിപ്പോൾ എത്ര റേഞ്ച് വരുന്നുണ്ട്? അതിനൊരു 70,000 ആ റേഞ്ചിൽ നമുക്ക് ഓഫർ വരും. അപ്പോൾ അത്യാവശ്യം എല്ലാ മോഡൽസിനും ഓഫർ കിടപ്പുണ്ട്. അപ്പം വേറെ കറക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് 24 കിടപ്പില്ല. അപ്പോൾ ഏകദേശം ഓക്കെ. പിന്നെ ഓറയുണ്ട്, അത് നമുക്ക് 24 വരുന്നില്ല ഇല്ലേ? ഓറ വരുന്നില്ല. കറക്റ്റ് നമുക്ക് 24 ഒന്നും കിടപ്പില്ല. ഈ 4 മോഡലാണ് മെയിനായിട്ട് ഇവിടെ 24 ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഓഫർ കൊടുത്തേക്കുന്നത് വെർണയ്ക്ക് 1 lakh rupees വരെ ഓഫർ കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ നമുക്കൊരു കറക്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ കുറച്ച് അക്സസറീസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിനകത്ത് ഈ 360 നമ്മൾ കസ്റ്റമറിന് വേണ്ടിയിട്ട് ഡെലിവറിക്ക് വേണ്ടിയിട്ട് സെറ്റാക്കി ഇട്ടേക്കുവാണ്. നമ്മൾ എക്സ്ട്രാ
നമ്മുടെ ഇവിടുത്തെ ഷോറൂമിൽ നിന്ന് തന്നെ എക്സ്ട്രാ കുറച്ച് ആക്സസറീസും കൂടെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ക്യാമറ യൂണിറ്റ് ചെയ്താണ്. അതായത് 360 ഡിഗ്രി ക്യാമറ യൂണിറ്റ് അവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇപ്പം ബേസ് മോഡലാണ് വാഹനം കിടക്കുന്നത്. അതേപോലെ തന്നെ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് നോർമലി പ്രൊട്ടക്റ്റഡ് യൂണിറ്റ് ഒക്കെ നമുക്ക് ഓൾറെഡി ബേസ് മോഡലിൽ തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ് കേട്ടോ ഇത്. അതുകൊണ്ട് ഇവിടെ ആയിട്ടാണ് ആ ഒരു ക്യാമറ യൂണിറ്റ് അവർ പ്ലേസ് ചെയ്തത്. നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അത് കാണാനായിട്ടും. അതേപോലെ അകത്തേക്ക് വന്നാൽ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി 4 ഡോർ പവറിൻ്റെയും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ അവർ ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ആ ഒരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് സംശയമുണ്ട് ഈ ഒരു ബട്ടൺസും എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തേക്കുന്നതാണെന്ന് ഒരു സംശയമുണ്ട്. കാര്യം ക്രൂയിസ് കൺട്രോളുള്ളത് വരത്തില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അതേപോലെ തന്നെ ആ ഒരു സൺ ബ്ലൈൻഡിൻ്റെതും എക്സ്ട്രാ ചെയ്തേക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആക്സസറീസിൻ്റെ ആൾ ഇവിടെ ഇല്ല ഞാൻ വന്ന സമയത്ത്, അതുകൊണ്ടാണ് ചോദിക്കാൻ പറ്റാഞ്ഞത്. അപ്പം അതും എക്സ്ട്രാ ചെയ്തിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അപ്പം മെയിനായിട്ട് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു 360 ഡിഗ്രി ക്യാമറ എക്സ്ട്രാ ചെയ്തതും ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റവും എക്സ്ട്രാ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. മറ്റേ രണ്ടും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ടോ, ജസ്റ്റ് നിങ്ങളത് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം അത്യാവശ്യം ആക്സസറീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കാറുള്ളത്, നമ്മൾ ഈ ക്രെറ്റയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമുക്കൊരു പുതിയൊരു വേരിയൻറ്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ എന്തോ EX ഓപ്ഷൻ അങ്ങനെ എന്തോ ഒരു. അതെ അതെ. ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് വന്നിട്ടുള്ള വേരിയന്റ് EX ഓപ്ഷനും SX പ്രീമിയം എന്ന് പറയുന്ന ഒരു 2 വേരിയന്റ്സ് ക്രെറ്റയിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു എനിക്ക് തോന്നുന്നു ഈ ഹ്യുണ്ടായുടെ ലൈനപ്പിൽ അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വേരിയൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു EX ഓപ്ഷൻ എന്താണ് പ്രത്യേക ഈ ഒരു ഓപ്ഷൻ എക്സ്ട്രാ വന്നു? ബേസ് മോഡലിനെക്കാട്ടി നമുക്ക് സൺറൂഫ് വരുന്നു. സൺറൂഫ്, അതായത് ആ ഒരു ഓപ്ഷൻ വന്ന സമയത്ത് വന്നത് സൺറൂഫ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഓക്കെ, പനോരമിക് സൺറൂഫ് തന്നെയാണല്ലോ വരുന്നത്. എൻ്റെ അറിവ് പനോരമിക് സൺറൂഫ് തന്നെയാണ് വരുന്നതെന്നാണ് എൻ്റെ അറിവ്. പിന്നെ എന്തോ ലാംസോ അങ്ങനെ എന്തോ കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. ഓക്കെ, അതാണ് വ്യത്യാസം. അപ്പോൾ സൺറൂഫ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന വേരിയന്റിലേക്ക് കസ്റ്റമർക്ക് പോകാം. അപ്പോൾ പ്രൈസ് ഒക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1297 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഡീസൽ മാത്രമേ ഉള്ളൂ അതോ എങ്ങനെ പെട്രോൾ വേരിയന്റും ഉണ്ട് ഡീസലും ഉണ്ട്? അതോ മാനുവൽ മാത്രമേ ഉള്ളൂ അതോ മാനുവലും ഓട്ടോമാറ്റിക് നമുക്ക് കിട്ടും? അപ്പോൾ എല്ലാ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ സൺറൂഫ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വേരിയന്റിലേക്ക് പോകാം. 1297 സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ആക്സസറീസ് ഒക്കെ അത്യാവശ്യം നമുക്ക് ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ ചെയ്യാം അല്ലേ? ഷോറൂമിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 360 ക്യാമറയൊക്കെ നിലവിൽ ഇപ്പോൾ ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തു തരുന്നുണ്ട് അല്ലേ? പിന്നെ ഇപ്പം എക്സ്ട്രാ ഡേ ആണെന്ന് നിങ്ങൾ പറഞ്ഞു, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമ്മൾ പ്രൈസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു. പ്രൈസ് ഓൾറെഡി മാറുന്നുണ്ട്. ഓക്കെ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ പുതിയ വേരിയൻസ് കറക്റ്റേക്ക് പുതിയ വേരിയൻസുകളൊക്കെ ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാണിച്ചതാണ് ആക്സസറീസ്. കസ്റ്റമർക്കുള്ള വണ്ടി കേട്ടോ, KL 23X. അപ്പോൾ 23 ആകുമ്പോൾ ഇവിടെ നമുക്ക് എനിക്കൊന്ന് കരുനാപ്പള്ളി അത് തന്നെ കരുനാപ്പള്ളി വാഹനമാണ്. അപ്പം വേറെ ഒന്നുമില്ല ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. മെയിനായിട്ടുള്ളത് പിന്നെ 24 ഓഫറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതിൽ വെറനയ്ക്ക് ഏകദേശം 1 ലക്ഷം രൂപ വരെ 1 ലാക്ക് വരെ നമ്മൾ ഓഫറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എക്സ്റ്റർ കിടപ്പുണ്ട്, അതിനും അത്യാവശ്യം ഓഫറുണ്ട്. ഐട്ടൺ കിടപ്പുണ്ട്, അതിനും ഓഫർ കിടപ്പുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും 24 വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ താഴത്തെ നമ്പറിൽ വിളിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെയൊക്കെ പ്രത്യേകത 0 വേണമെങ്കിലും നമുക്ക് ഇറക്കാനായിട്ട് പറ്റും. അപ്പം ഇത് ചെറിയൊരു വീഡിയോ ആണ്, ജസ്റ്റ് ഈ ഒരു കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടി മാത്രം എടുത്തൊരു വീഡിയോ ആണ്. ഒരുപാട് ലെങ്ത് ഒന്നുമില്ല, നോർമൽ ഉള്ളൊരു വീഡിയോ അല്ല. അപ്പം സ്ഥിരമായിട്ട് കാണുന്നവർക്കും അല്ലെങ്കിൽ ഒരു വാഹനം എടുക്കാം, എനിക്കൊരു വാഹനം ഇപ്പോഴത്തേക്ക് നോക്കാം എന്ന് കരുതി നിൽക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതേപോലെ ക്രെറ്റയുടെ ബേസ് മോഡലൊക്കെ എടുക്കുന്നവർക്ക് ഇതും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ വേറെ ഒന്നുമില്ല ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം വരാം. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.